നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM കേന്ദ്ര കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെതിരെ വിമർശനം ഉയർന്നിരിക്കുകയാണ്. പിണറായി സർക്കാരിന്റെ കാലത്ത് പാർട്ടിക്ക് ഭരണത്തിൽ നിയന്ത്രണം ഉണ്ടായില്ലെന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. റിപ്പോർട്ട് രാത്രിയോടെ പാർട്ടി ഔദ്യോഗികമായി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയായിരുന്നു. കേരളത്തിൽ പ്രചാരണം പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചത് അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കാൻ എതിരാളികളെ സഹായിച്ചു. മാത്രമല്ല, കെ ശൈലജയുടെ മണ്ഡലം മാറ്റിയത് തെറ്റായ സന്ദേശം നൽകിയെന്നും പാർട്ടി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പിണറായി സർക്കാരിന്റെ അവസാന 5 വർഷത്തെ ഭരണത്തിനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളും വിമർശനങ്ങളും ശരിവെക്കുന്നതാണ് അവലോകന റിപ്പോർട്ട്. പാർട്ടിക്കും പിണറായി സർക്കാരിനും ഇടയിൽ ഏകോപനം ഉണ്ടായില്ലെന്നും മന്ത്രിമാർ പ്രവർത്തകരിൽ നിന്ന് അകന്നുവെന്നും നേതാക്കളുടെ ആഡംബര ജീവിതം തിരിച്ചടിയായെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നു, വിമർശിച്ചിരിക്കുന്നു. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ മിക്കതും പരിഹരിച്ച ഭരണമായിരുന്നുവെന്ന മുൻപത്തെ അവകാശവാദം കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ തള്ളുന്നുണ്ട്. ലെനിന്റെയും പി കൃഷ്ണപിള്ളയുടെയും വാക്കുകൾ ചൂണ്ടിക്കാട്ടി സ്വയം വിമർശനം വേണമെന്നും തെറ്റേറ്റ് പറയാൻ തയ്യാറാകണമെന്നും തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ സംസ്ഥാന നേതൃത്വത്തെ ഉപദേശിക്കുന്നുണ്ട്. പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രചാരണത്തിൽ പാളിച്ചകൾ സംഭവിച്ചു. ഒരാളിൽ എല്ലാം കേന്ദ്രീകരിക്കുന്നു എന്ന തെറ്റായ പ്രചാരണത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടു. ഇത് UDFന് പിണറായി വിജയന് നേരെ ആക്രമിക്കാനുള്ള അവസരം ഒരുക്കുകയായിരുന്നു ഇതിലൂടെ ഉണ്ടായതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. കോൺഗ്രസിനെ തിരിച്ചാക്രമിക്കാനുള്ള അവസരം ഇല്ലാതായി എന്നും പാർട്ടിയുടെ യുവജന സംഘടനകൾക്ക് സാധാരണക്കാരുടെ വിഷയത്തിൽ ഇടപെടാൻ സാധിച്ചില്ല എന്നും വിമർശനം. ഭരണവും സമരവും ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന നേരത്തെയുള്ള നിലപാടിൽ പാളിച്ചകളുണ്ടായി. കെ ശൈലജയുടെ മണ്ഡലം മാറ്റിയതിൽ വീഴ്ചയുണ്ടായി. പാർട്ടിക്കെതിരായ പ്രചാരണത്തിന് ഇതൊരു കാരണമായി മാറി കെ ശൈലജയെ മണ്ഡലം മാറ്റിയത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലാ കമ്മിറ്റികൾക്ക് വീഴ്ച പറ്റി. ഉത്തരവാദിത്തം സംസ്ഥാന നേതൃത്വം ഏറ്റെടുക്കണമെന്നും അവലോകന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. വീഴ്ചകൾ ഒന്നൊന്നായി എണ്ണി പറയുകയാണ്. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ചയായി പറയുന്നത് എല്ലാം ഒരാളിലേക്ക് ഒതുക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരാളെ മാത്രം പാർട്ടിയായി കാണിച്ചുകൊണ്ട് ഒരു പ്രചാരണം നടത്തിയത് വലിയ രീതിയിലുള്ള വീഴ്ചയായി പോയി എന്ന് പറയുകയാണ്. അതേസമയം നമുക്കറിയാവുന്നതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അദ്ദേഹം ഇപ്പോൾ ഏറ്റവും പുതിയ ആരോപണം, അതായത് ശശിധരൻ കർത്തയുടെ മൊഴി പുറത്തു വന്നതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഒരു വശത്ത് ശക്തമാവുകയാണ്. നേരത്തെയും ഒരുപാട് പാർട്ടി യോഗങ്ങളിലൊക്കെ ഈ തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനെതിരെയും പാർട്ടി സെക്രട്ടറിക്കെതിരെയും ഒക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആ കേസ് വീണ്ടും മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ശക്തി പ്രാപിക്കുന്നത്. പിണറായി വിജയനുമായുള്ള വ്യക്തിപരമായ അടുപ്പം കാരണമാണ് എക്സാലോജിക്കിന് കരാർ നൽകിയതെന്നും വീണ CMRന് യാതൊരു സേവനം നൽകിയിട്ടില്ല എന്നും ശശിധരൻ കർത്ത EDക്ക് മൊഴി നൽകി. ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു. ഇത് വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. നേരത്തെ തന്നെ പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണ്. അദ്ദേഹത്തെ വേട്ടയാടാനുള്ള നീക്കമാണെങ്കിൽ പാർട്ടി ഇടപെടും, മറിച്ചുള്ള നീക്കങ്ങൾ പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകില്ല എന്നൊരു കാര്യം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ, അതായത് മാസപ്പടി കേസ് വീണ്ടും വലിയൊരു കുരിശായിട്ട് വന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെതിരെ സംസാരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അപ്പോൾ ഒടുവിൽ നിവർത്തിയില്ലാതെ ശശിധരൻ കർത്ത നിലവിളിച്ചുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞിരിക്കുക. പിടിച്ചു നിർത്താൻ വേണ്ടി പരമാവധി നോക്കി അദ്ദേഹം സുപ്രീം കോടതി പോകുന്നു, ഹൈക്കോടതി പോകുന്നു, വെപ്രാളം പിടിച്ചുകൊണ്ട് പോകുന്നു, ഈ കേസ് പരിഗണിക്കരുതെന്ന് പറഞ്ഞു. ഈ നെഞ്ചത്തടി മുഴുവനും പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. കാരണം ഇങ്ങേരുടെ പേരെങ്ങാനും പറഞ്ഞു പോയി കഴിഞ്ഞാൽ തനിക്ക്, തൻ്റെ ഭാവിക്ക്, തൻ്റെ കുടുംബത്തിൽ ഇല്ലാത്ത കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുമെന്നുള്ളൊരു ഭീതി ആ മനുഷ്യനെ ബാധിച്ചിരുന്നു. സ്വാഭാവികം. കാരണം ആരാണ്? പിണറായി വിജയനാണ്. ഒന്നിനും മടിക്കാത്ത ആളാണ്. ഹിറ്റ്ലർ ആണ്. അപ്പോൾ സ്റ്റാലിനേക്കാളും കൂടിയ ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാളാണ് തൻ്റെ പ്രതിയോഗിയായിട്ട് വരുന്നത്. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പറഞ്ഞാൽ അപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ, ഡിലമ്മയിലായിരുന്നു അദ്ദേഹം. നമ്മൾ പറയുന്ന ഒരു ക്യാച്ച് 22 സിറ്റുവേഷൻ. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്നുള്ള തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ. പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ ശത്രുത, ഗജപക, ഇതൊക്കെ ഉണ്ടാവും. പറയാതിരുന്നാലോ താൻ കുഴപ്പത്തില്ല. ഇങ്ങനെ എന്തിന് ഇത്രയും കൊടുത്തു എന്നതിനുള്ള ഉത്തരം കൊടുക്കാത്തത് കൊണ്ട് അദ്ദേഹം എന്തായാലും പ്രതിക്കൂട്ടിലാവും. ഇത് അദ്ദേഹത്തിനെ പേടിച്ചാണേ ഞാൻ കൊടുത്തതെന്ന് ഇപ്പോൾ അവസാനം സമ്മതിച്ചിരിക്കുക. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ആയതുകൊണ്ടാണ് ഞാൻ വീണ വിജയന് ഇത്രയും തുക പലതരത്തിൽ കൊടുത്തിരുന്നത്. അതുകൂടാതെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ കമ്പനി കൂടാതെ വേറെ കമ്പനിയിലും
വീണ വിജയന് പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ അതെല്ലാം ഫ്രോഡ് രേഖകളായിരുന്നു എന്നതിന്റെ രേഖകൾ വിജയനിൽ നിന്ന് തന്നെ ഇഡി പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധമായിട്ടുള്ള തെളിവുകളും പിണറായി വിജയനെ കൊടുക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുക. വീണ വിജയൻ കാണിച്ചത് മുഴുവൻ ഫ്രോഡാണെന്ന് തെളിഞ്ഞു. ആ ഫ്രോഡ് മുഴുവൻ കാണിക്കേണ്ടി വന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ അധികാര സ്ഥാനത്ത് ഇരുന്നത് കൊണ്ടാണെന്ന് പറയുന്നു. ഇനിയിപ്പോ പിണറായി വിജയൻ ഈ കേസിൽ പ്രതിയാകാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതായത് അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് രാജ്യത്തിന് നഷ്ടം വരുത്തുന്ന തരത്തിൽ ഉള്ള ഇളവുകൾ ശശിധരൻ കർത്ത CMRLന്റെ മേധാവിക്ക് കൊടുത്തിരുന്നു എന്നുള്ളത് മാത്രമാണത്. ആ ഒരു ക്വസ്റ്റ്യനുള്ള ഉത്തരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ ഇതിലെ പ്രധാന പ്രതിയായിട്ട് മാറും. ആ തരത്തിലൊരു പരിവർത്തനം ഉണ്ടാകും. അദ്ദേഹത്തിന് കേസിനെ നേരിടേണ്ടി വരും. അദ്ദേഹം പിടിച്ച് ജയിലിലിടുമോ എന്ന് അറിയില്ല. എന്തായാലും ചോദ്യം ചെയ്യാൻ ഉടൻ തന്നെ വരാൻ ഒരു മര്യാദയൊക്കെ കാണിക്കും. കാരണം ഇത്രയും സീനിയർ ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ നിയമത്തിൽ പറയുന്നതിനപ്പുറമുള്ള ആനുകൂല്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതുവരെ ചോദ്യം ചെയ്യാതെ. അങ്ങനെ നമ്മളെയൊക്കെ പിടിച്ച് ചോദ്യം ചെയ്യുന്ന പോലെ പിണറായി വിജയൻ ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം സീനിയർ ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്, ഇപ്പൊ തന്നെ പ്രതിപക്ഷ നേതാവാണ്, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്, പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവുമാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഇത്തരം പരിഗണനകൾ ഇല്ലാതെ കണ്ട് കാര്യങ്ങളിലേക്ക് അവർക്ക് പോകാൻ പറ്റത്തില്ല. രാഷ്ട്രീയത്തിന് അങ്ങനെ ചില പരിഗണനകളുണ്ട്. നമുക്കൊന്നും കിട്ടാത്ത ചില പരിഗണനകൾ കിട്ടും, സ്വാഭാവികമായിട്ടും കിട്ടും. അപ്പൊ അതാണ് ഇതിനൊരു കാലതാമസം വരുന്നത്. ശശിധരൻ കർത്ത ഒടുവിൽ ഇത് സമ്മതിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഇത് പറയേണ്ടി വന്നിരിക്കുന്നു. അത്തരം ഒരു സമ്മർദ്ദത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നതിൽ ഇഡി വിജയിച്ചിരിക്കുന്നു. അതിന് അനുബന്ധമായിട്ടുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചിരിക്കുന്നു. ആ ഉത്തരം പറയാതിരിക്കാൻ വയ്യ എന്നുള്ളൊരു നിലയിലേക്ക് അനിവാര്യമായ ഒരു സാഹചര്യത്തിലേക്ക് ഇഡി അദ്ദേഹത്തിനെ എത്തിച്ചു. എങ്ങനെ? നമ്മൾ കണ്ടതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ, കൊടുത്ത പണത്തിന്റെ കൈമാറ്റം ചെയ്യപ്പെട്ടതിന്റെ കാര്യങ്ങൾ മുഴുവൻ വസ്തുതാപരമായിട്ട് തന്നെ പ്രൊഫഷണലായിട്ട് തന്നെ കാണിച്ചിരിക്കുന്നു. അപ്പൊ ഇതെന്തിനു പോയി? അതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ തെളിവുകളും അവിടെ ഹാജരാക്കിയിരിക്കുന്നു. കാരണം ഈ പറയുന്ന ഡിജിറ്റലായിട്ടുള്ള കമ്പനിക്കുള്ള സേവനങ്ങൾ എന്ന് പറയുന്നത് ഒന്നും തന്നെ എക്സാലോജിക് കമ്പനിയിൽ നിന്ന് CMRLന് കിട്ടിയിട്ടില്ല എന്നുള്ളതും വെളിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ ശശിധരൻ കർത്തയോ അദ്ദേഹത്തിന്റെ മക്കളോ പറഞ്ഞതാവണമെന്നില്ല, പറഞ്ഞതല്ല എന്നും പറഞ്ഞുകൂടാ. മറിച്ച് ആ കമ്പനിയുടെ തന്നെ സാങ്കേതിക വിഭാഗത്തിൽ, IT വിഭാഗത്തിൽ ഒക്കെ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്നും അവരുടെ ഡിജിറ്റലായിട്ടുണ്ടായിരുന്ന തെളിവുകളിൽ നിന്നും, അതായത് അവരുടെ ഡേറ്റ, സോഫ്റ്റ്വെയർ ഡേറ്റ, അതിൽ നിന്നും കളക്ട് ചെയ്ത എവിഡൻസ് ആണ്. അപ്പൊ ഇങ്ങോട്ടൊരു സഹായവും കിട്ടാതെ അങ്ങോട്ട് ഇത്രയും കൊടുത്തിരിക്കുന്നു. അത് ടാക്സ് കൊടുത്തായിരിക്കുന്നത്, ടാക്സ് പിടിച്ച് വാങ്ങിച്ച് ഇൻകം ടാക്സും പോയിരിക്കും.